അമൃത ആശുപത്രിയിൽ നിന്ന് സമയം മുൻപാണ് ഈ അമൃത ആശുപത്രിയിൽ നിന്ന് ഈ കുഞ്ഞിന്റെ അവയവങ്ങളുമായുള്ള ആംബുലൻസ് വരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലാരിവട്ടം പാലം ഇറങ്ങി വരുന്ന ഭാഗത്താണ്. അതായത് ഈ പാലാരിവട്ടം പാലത്തിന് മുകളിലൂടെയാകും ഈ ആംബുലൻസ് കടന്നു വരിക. അവിടെ നിന്ന് ഈ ഭാഗത്തൂടെ വൈറ്റിൽ ചെന്ന് വൈറ്റിലിൽ നിന്ന് കുണ്ടന്നൂർ വഴി അങ്ങനെ പോകാനാണ് ഇപ്പോൾ നമ്മൾ സാധ്യത കാണുന്നത്. വാഹനം ഇപ്പോഴും ഇവിടേക്ക് എത്തിയിട്ടില്ല. നല്ല ട്രാഫിക് ഉണ്ട്, നമുക്കറിയാം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ജോലി കഴിഞ്ഞ് നാടുകളിലേക്കൊക്കെ പോകുന്ന ആളുകളുണ്ട്. എറണാകുളം സിറ്റി വിട്ട് കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ബ്ലോക്ക് നല്ല രീതിയിൽ തന്നെ ജില്ലയിലുണ്ട്. പോലീസിൻ്റെയൊക്കെ തന്നെ ഒരു പെട്രോളിങ്ങും ഒപ്പം തന്നെ വാഹനങ്ങൾ ക്രമീകരിക്കുന്നതിൻ്റെയൊക്കെ തന്നെ ഒരു റോഡ് മാർഗം മുഴുവൻ നമുക്കത് കാണാനും സാധിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ ആംബുലൻസ് ഇതിലൂടെ കടന്നു വരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇന്ന് ഏറെ തിരക്കുള്ള ദിവസമായതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ക്രമീകരിക്കുന്നതിലൊക്കെ ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ പോലും പറ്റാവുന്ന രീതിയിലൊക്കെ വാഹനങ്ങളെ കുറച്ചും ചെറിയ വഴികളിലൂടെയൊക്കെ കയറ്റി വിട്ടും ഒക്കെ പ്രധാന റോഡ് പരമാവധി ക്ലിയർ ആക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഈ സമയത്ത് ഇവിടെ വന്നാൽ ഇതായിരിക്കില്ല ബ്ലോക്ക്. അതുകൊണ്ട് തന്നെ അതിനു മുമ്പുള്ള പല ഭാഗങ്ങളിൽ നിന്നും പോലീസ് വാഹനങ്ങൾ ക്രമീകരിച്ച് വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ പാലാരിവട്ടം പാലം കടന്നു വേണം മറ്റേതെങ്കിലും ഭാഗത്തേക്കാണെങ്കിൽ പോലും ഇവിടെ നിന്ന് പോകുവാനായി. ഇടപ്പള്ളിയിൽ നിന്ന് ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. കാരണം ഇടപ്പള്ളിയൊക്കെ ഇന്ന് നല്ല തിരക്കുള്ള ദിവസമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ടൗണിൽ നിന്ന് വരുന്ന എല്ലാ വാഹനവും ആലുവ അല്ലെങ്കിൽ വരാപ്പുഴ ഭാഗത്തേക്കുള്ള വാഹനങ്ങളെല്ലാം തന്നെ ഈ ഇടപ്പള്ളിയാണ് ടച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ചെറിയ ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് മനസ്സിലാക്കി നേരത്തെ തന്നെ പോലീസ് ആ ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്തിരുന്നു എന്നാണ് നമ്മൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പാലാരിവട്ടം പാലം കടന്ന് പോയി കഴിഞ്ഞാൽ പിന്നീട് സ്ട്രെയിറ്റ് റൂട്ടാണ്. കാരണം ഇടപ്പള്ളി കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം ഈ 3 പാലങ്ങളുണ്ട്. പാലാരിവട്ടം പാലം, വൈറ്റില പാലം, ഒപ്പം തന്നെ കുണ്ടന്നൂർ മേൽപ്പാലം ഒക്കെ കടന്ന് പെട്ടെന്ന് പോകാൻ സാധിക്കും. അധികം വലിയ ബ്ലോക്ക് ഇല്ലാതെ കടന്നു പോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വാഹനങ്ങളുടെയൊക്കെ നല്ല തിരക്കുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് ഈ അവയവുമായി ആംബുലൻസ് ഇതിലൂടെ കടന്നു പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നല്ല ഒരു ഉദ്യമമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി നാട്ടുകാർ, ജനങ്ങൾ എല്ലാം അതിനുവേണ്ടി സഹകരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം 10 മാസം പ്രായമായ ഒരു കുഞ്ഞിൻ്റെ അവയവങ്ങളാണ് ഈ തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. ഇതിൽ കോർണിയ മാത്രം അമൃത ആശുപത്രിയിൽ തന്നെയുള്ള ഒരാൾക്ക് നൽകുകയാണ്. ബാക്കി എല്ലാ അവയവങ്ങളും തന്നെ തിരുവനന്തപുരത്തേക്കാണ്. അത് തിരുവനന്തപുരത്ത് ഈ പറയുന്ന മണിക്കൂറുകൾക്കകം തന്നെ അവിടെ എത്തണം എന്നുള്ളതും ഒരു നമ്മുടെ മെഡിക്കൽ രീതിയിൽ ഡോക്ടർമാർ പറയുന്നത് പോലെ ആ സമയക്രമം പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി വേഗത്തിൽ തിരുവനന്തപുരത്തേക്ക് എത്താനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ നേരത്തെ അജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഓരോ ജില്ലകളിലും കൃത്യമായി പോലീസ് വിന്യാസം നടന്നിട്ടുണ്ട്. എല്ലാവർക്കും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ആംബുലൻസ് മറ്റൊരു പാതയിലൂടെ കടന്നു പോകുന്നതാണ്. അത് എന്തായാലും അമൃതയിൽ നിന്നുള്ള ആംബുലൻസ് ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഭാഗത്തുകൂടി തന്നെയാണ് ആംബുലൻസ് കടന്നു പോകേണ്ടതും. അല്പസമയത്തിനകം തന്നെ ആംബുലൻസ് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. പാലാരിവട്ടം പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് സനീഷ് ഇപ്പോൾ കാണുന്നത്. ഈ പാലാരിവട്ടം പാലത്തിൻ്റെ കഴിഞ്ഞുള്ള ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ അമൃത ആശുപത്രി കടന്നാൽ ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. നമ്മുടെ ക്യാമറ അവിടെ തന്നെ നിൽക്കട്ടെ. കാരണം അവിടെ നിന്നാണ് ഇപ്പോൾ അല്പസമയത്തിനകം ആ ക്യാമറ ഫ്രെയിം അവിടെ വെക്കുന്നതാണ് നല്ലത്. അതിനകത്ത് കൂടിയാണ് ഇപ്പോൾ വാഹനം കടന്നു പോവുക. സേഫ് ന്യൂസ് അവിടെ നിൽക്കുന്നുണ്ട്.